ഞങ്ങൾ ഒരു ബാഡ് ന്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു സ്കൂള്, നാഗാർജുന സ്കൂള്, നഴ്സറി തൊട്ട് 10ാം ക്ലാസ് വരെയാണ്. ആ സ്കൂളിൻ്റെ ഡയറക്ടർ ഓണർ മാഡത്തിനെ ആരാണ്ട് ഇന്നലെ രാത്രിയിൽ കൊലപാതകമായിരുന്നു, മർഡർ ചെയ്ത്. അപ്പോൾ ആ മാഡം ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു വീട്ടിൽ. മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഹൈദരാബാദ് പോയേക്കുമായിരുന്നു. അപ്പം പിള്ളേരുടെ കാര്യം എനിക്കറിയത്തില്ല. മാഡത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിൽ ആളുകളുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട് താഴത്തെ നിലയിലെല്ലാം. മാഡം മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പം ആരാണ്ട് വന്ന് രാത്രിയിൽ കൊന്നിട്ട് ഇന്നലെ രാത്രിയിൽ ആ തല ഭിത്തിയിൽ അടിച്ചിട്ട് ബ്ലഡ്, ഭിത്തിയിൽ മൊത്തം ബ്ലഡ്, താഴെ മൊത്തം ബ്ലഡ്, ആ ബോഡി മൊത്തം ബ്ലഡ് ഫുള്ള്. വളരെ വീഡിയോ ഒത്തിരി ഉണ്ട്. വളരെ കഷ്ടമായിട്ടാണ്, വളരെ എന്ത് പറയണം, എത്ര ക്രൂരമായിട്ടാണ് കൊന്നത്. എന്തിന് കൊന്നതാണെന്നൊന്നും അറിയുന്നില്ല. മോഷണമാണോ അതോ വേറെ ഇഷ്യൂസാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തെങ്കിലും പോലീസ് അന്വേഷണം എല്ലാം നടക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് കൊലപാതകം നടന്നത്. അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഇവിടുത്തെ വേറൊരു സ്കൂളിൽ ഒരു സാറ് കൂടെ, ആ സാറിന് 45 വയസ്സുള്ള സാറ് കൂടെ സൂയിസൈഡ് ചെയ്തു. എന്താ സംഭവം എന്ന് അറിയുന്നില്ല. സ്കൂളിൽ ഓണർമാരൊക്കെയാണ് ഈ സംഭവിക്കുന്നതല്ല ഇപ്പോഴും. അപ്പം അന്ന് ആ സ്കൂളിലെ കഴിഞ്ഞ ആഴ്ച മരിച്ച സാറിൻ്റെ സ്കൂളും അത് പാർട്ണർഷിപ്പിലാണ്. രണ്ട് പേര് പാർട്ണേഴ്സാണ്. അതിൽ ഈ സാറ് സ്കൂളിൽ തന്നെയാണ് തൂങ്ങി മരിച്ചത്. മുസ്ലിം ആ സാറ് സ്കൂളിൻ്റെ സ്റ്റോർ റൂമിൽ പോയി പുള്ളി ഉച്ചയ്ക്ക് 12 മണിക്ക് സ്കൂൾ ടൈമിലായിരുന്നു പുള്ളി തൂങ്ങി മരിച്ചത്. അതുപോലെ ഇന്നലെ മാഡം ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പം നോക്കിയപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് വീട്ടിലുള്ളിടത്ത് എത്രത്തോളം റിസ്ക്കാണ്, എത്ര ഡേഞ്ചറാണ്. ആ സാറ് രാത്രിയിൽ ഹൈദരാബാദിൽ നിന്ന് വിളിച്ചപ്പോൾ മാഡത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഉണ്ടപ്പം സാറ് താഴെയുള്ള ആളുകളെ വിളിച്ചിട്ട് പോയി നോക്കാൻ പറഞ്ഞെന്ന്. എന്നുവെച്ചാൽ സാറെന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ ആ താഴെയുള്ളവർ ചെന്ന് നോക്കിയപ്പോഴാണ് മാഡത്തിന് അങ്ങനെ അവിടെ ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ഭിത്തിയിലൊക്കെ ബ്ലഡാണ്. ഇങ്ങനെ ആ വീഡിയോ കണ്ടാൽ നമുക്ക് വളരെ വിഷമം തോന്നും. ക്രൂരമായ കൊലപാതകം. ഭിത്തിയിൽ എനിക്ക് തോന്നുന്നു തല പോയി ഭിത്തിയിൽ ഇടിച്ചിട്ട് അവിടുന്ന് താഴെ വീണതാണ്. അവിടുന്ന് താഴെ വന്നതായിരിക്കും. ബ്ലഡ് മൊത്തം ഭിത്തി തൊട്ട് തറ മുഴുവനും ബ്ലഡ് ക്രൂരമായിട്ട് ചെയ്തു. ബ്ലഡ് എന്ന് വെച്ചാൽ ഫുള്ള് ബ്ലഡ് താഴെ മൊത്തം. ആ മാഡത്തിൻ്റെ തലയുടെ ഭാഗവും ബോഡിയുടെ പകുതി വരെയും ആ ബ്ലഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ വീഡിയോ ഉണ്ട് ഇതിനകത്ത്. ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറയാം. കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. കാര്യം വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ വളരെ സേഫായിരിക്കണം. ഇതിപ്പം താഴത്തെ ഫ്ലോറിൽ ആളുകൾ ഉണ്ടായിരുന്നു. താഴത്തെ ഫ്ലോറിൽ ആളുകളുള്ളപ്പം തന്നെ ഈ മേളിൽ വന്ന് എങ്ങനെ കൊലപാതകം നടത്തുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയ്ക്ക് ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. ആ സ്കൂള് നഴ്സറി തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള വലിയ സ്കൂളും അത്രയൊക്കെ ക്രൂരമായ സംഭവമാണ് ഈ നടന്നത്. അപ്പം നമുക്കൊക്കെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതൊക്കെയാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ഊർജിതമായിട്ട്. ഇന്ന് 10 മണിയോടെയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഈ ന്യൂസ് വിളി വന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇത് കിട്ടിയത് ഞങ്ങളുടെ പ്രൈവറ്റ് സ്കൂൾ ഗ്രൂപ്പിൽ ഇത് വന്നത്. അപ്പം സ്ത്രീകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്, സുരക്ഷിതമായിട്ടിരിക്കേണ്ടതാണ്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഇവിടെ തന്നെ എന്നല്ല, എവിടെയും സംഭവിക്കാം. എപ്പോഴും സ്ത്രീകൾ ആവശ്യമില്ലാതെ രാത്രിയിൽ ആരെങ്കിലും വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഡോറിൽ വന്ന് കൊട്ടിയാൽ ഡോറ് തുറക്കാൻ പാടില്ല. അല്ലാതെ ചെറിയ ജനലുണ്ടെങ്കിൽ ജനലിൽ കൂടെ തുറന്ന് നോക്കി ആരാണെന്ന് കൺഫേം ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഡോറ് വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളെ മറ്റുള്ളവരെ അയലത്തുള്ളവരെയൊക്കെ വിളിക്കണം. ആരെങ്കിലും വന്ന് ഇങ്ങനെ ഡോറിനെ കൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പം ഒരു സ്കൂളിൻ്റെ ഓണർ, ആ മാഡത്തിന് 45 വയസ്സേ ഉള്ളൂ. രൂപ റെഡ്ഡി എന്നാണ് മാഡത്തിൻ്റെ പേര്, റെഡ്ഡീസാണ്. അപ്പോൾ എത്ര ക്രൂരമായ കൊലപാതകമാണ് നടത്തിയേക്കുന്നത്, നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ബോഡി കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ റൂമിനകത്തുള്ള ആ ഹാളിൽ തന്നെയാണ്, എൻട്രൻസിലെ ബെസ്റ്റ് ഹാളിൽ തന്നെയാണ് ഈ ഡെഡ് ബോഡി കിടക്കുന്നത്. വളരെ ക്രൂരമായ ഒരു സംഭവമാണ് നടന്നത്. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ നടന്ന സംഭവം. ഓക്കെ, എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളാണേലും രാത്രിയിലുള്ള യാത്ര ഒഴിവാക്കുക. വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പം പകലാണേലും രാത്രിയാണേലും അപരിചിതരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. വീടിനകത്ത് മറ്റുള്ളവരെ
കള്ളന്മാർ രാത്രി ഒരു പരമാവധി നമ്മളൊരു പട്ടിയൊക്കെ വളർത്തിയാൽ വളരെ നല്ലതാണ്. അപരിചിതരെ വീട്ടിൽ വരുവാണെങ്കിൽ എന്തൊക്കെയായാലും ഒരു പട്ടി കിടന്ന് ബഹളം വെക്കും. അപ്പോൾ ഒന്നുമില്ലെങ്കിലും അയലത്തുള്ള ആളുകളെങ്കിലും എണീക്കും. അല്ലെ ഈ പട്ടി സൗണ്ട് കേട്ടുകൊണ്ട് ഈ വരുന്ന കള്ളന്മാർ ഓടിക്കളയും. ഇത് കൊലപാതകം ചെയ്യാനൊക്കെ വന്നത് ഇതൊക്കെ പ്രീ പ്ലാൻ ആയിരിക്കും, എന്തോ ആണെന്നറിയില്ല. എന്തൊക്കെയായാലും ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്.